Hello everyone. അപ്പോൾ ഇന്ന് നമ്മളുടെ ഡേ 2 ആണ്. അപ്പോൾ ടുഡേ വി ആർ ഗോയിങ് ടു ഷഹദാഗ്. ഡേ 1 ഞങ്ങൾ സിറ്റി ടൂർ ചെയ്ത ഡീറ്റെയിൽസും വിസേനെ കുറിച്ചുള്ള ഡീറ്റെയിൽസ് എല്ലാം ഞാൻ ഡേ 1 വീഡിയോയിൽ ഇട്ടിട്ടുണ്ട്. പ്ലീസ് റെഫർ ദാറ്റ്. ഡേ 2 അപ്പോൾ നമ്മൾ ഷഹദാഗിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഞാനൊരു ഡേ ട്രിപ്പാണ് ബുക്ക് ചെയ്തത്, പ്രൈവറ്റ് ടാക്സി. അപ്പോൾ നമ്മുടെ ജേണി രാവിലെ 7 മണിക്ക് തന്നെ സ്റ്റാർട്ട് ചെയ്തു. ബാക്കു ടു ഷഹദാഗ് ഓൾമോസ്റ്റ് 3 hours and 15 minutes ഉണ്ട് അപ്രോക്സിമേറ്റ്ലി ടൈം. അപ്പോൾ ഇതാണ് നമ്മുടെ ഡ്രൈവർ. മൂപ്പർ ജസ്റ്റ് നമുക്ക് അവിടുത്തെ കാര്യങ്ങളൊക്കെ എങ്ങനെ എക്സ്പ്ലെയിൻ ചെയ്തു തരുമായിരുന്നു. എങ്ങനെയാണ് ബാക്കുവിനെ കുറിച്ചുള്ള ഡീറ്റെയിൽസും നമ്മൾ പോകുന്ന ഷഹദാഗിനെ കുറിച്ചുള്ള ഡീറ്റെയിൽസൊക്കെ കുറച്ചിങ്ങനെയായിട്ട് എക്സ്പ്ലെയിൻ ചെയ്ത് തരുമായിരുന്നു. ഷഹദാഗ് അത്യാവശ്യം കുറച്ച് എക്സ്പെൻസീവ് ആണെന്നൊക്കെ പറയുമായിരുന്നു അങ്ങേര്. ഞാൻ ഓൾറെഡി കുറേ റിസർച്ച് ചെയ്തപ്പോൾ ഞാൻ ഈ കാര്യം കണ്ടിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ നമ്മൾ തലേ ദിവസം തന്നെ കുറച്ച് ആവശ്യത്തിനുള്ള വെള്ളം, ജ്യൂസ്, കുറച്ച് മഫിൻസ് അങ്ങനെയൊക്കെ വാങ്ങി വെച്ചിട്ടുണ്ട്. പിന്നെ ഡ്രൈവർ പറഞ്ഞു വേണമെങ്കിൽ നമുക്ക് സൂപ്പർ മാർക്കറ്റിൽ നിർത്തിയിട്ട് വാങ്ങാം, പക്ഷെ അതിൻ്റെ ആവശ്യമൊന്നും വന്നില്ല. നമ്മളിങ്ങനെ ജേണി കണ്ടിന്യൂ ചെയ്യുമായിരുന്നു. നല്ല രസമുള്ള ജേണി ആയിരുന്നു, തീരെ ടയറിങ് ആയിട്ട് തോന്നിയില്ല. ഇടയ്ക്ക് നമ്മളൊരു 2 സ്റ്റോപ്പൊക്കെ എടുത്തു, പക്ഷെ നല്ല സീനിക്കായിട്ട് ഉള്ളൊരു ഡ്രൈവാണ് കേട്ടോ. എനിക്ക് തോന്നുന്നു ജൂൺ ജൂലൈയിൽ കുറച്ചും കൂടി ഗ്രീനറി ആയിരിക്കും. ഇപ്പോൾ തണുപ്പായതുകൊണ്ട് പച്ചപ്പില്ല, പക്ഷെ എന്നാലും നല്ല ഈ മൗണ്ടെയ്ൻസും കണ്ട് നല്ലൊരു ഡ്രൈവായിരുന്നു. നമ്മൾ എവിടെ പോവുകയാണെങ്കിലും ഇപ്പോൾ ഒരു ടൂറിസ്റ്റായിട്ട് പോകുന്നുണ്ടെങ്കിലും എപ്പോഴും നമുക്ക് പറ്റുന്ന അത്രയും നേരത്തെ എത്താൻ നോക്കണം അട്രാക്ഷൻസിൽ. അപ്പം നമുക്ക് ക്രൗഡ് നന്നായിട്ട് തന്നെ അവോയ്ഡ് ചെയ്യാം. ക്യൂ നിന്ന് നമ്മൾ ഒരിക്കലും ടൈം വേസ്റ്റ് ചെയ്യാൻ പാടില്ല. പിന്നെ അതേപോലെ എല്ലാവർക്കും ഓരോ ടേസ്റ്റ് ആയിരിക്കും. അപ്പം നമ്മൾ ഒരു സ്ഥലത്ത് പോകുമ്പോൾ നമ്മൾ നോക്കി വെക്കുക എന്താണ് നമുക്ക് അവിടെ ചെയ്യേണ്ടത്. ഒരു പ്ലാൻ ഉണ്ടാക്കി വെച്ചാൽ വളരെ ഈസി ആയിരിക്കും എല്ലാ കാര്യങ്ങളും. ഇപ്പോൾ നമ്മൾ ഓൾമോസ്റ്റ് ഷഹദാഗ് എത്താനായിട്ടുണ്ട്. എല്ലാവരും വളരെ എക്സൈറ്റഡ് ആണ്. മമ്മിയൊക്കെ ആദ്യമായിട്ടാണ് സ്നോ കാണാൻ പോകുന്നത്, അപ്പോൾ അതിൻ്റെ ഒരു എക്സൈറ്റ്മെൻ്റ് ഉണ്ട്. ഇടയ്ക്ക് നമ്മളൊരു സ്റ്റോപ്പ് എടുത്ത് അതിൻ്റെ ഇടയിൽ എൻ്റെ ഫാദർ ഡ്രൈവറുടെ കയ്യിൽ നിന്ന് ഒരു സിഗരറ്റ് അടിച്ച് മാറ്റി. എന്തായാലും അതൊക്കെ ഒരു സൈഡിൽ കൂടെ നടക്കുന്നുണ്ട്. എല്ലാവരും ഒരു ചെറിയൊരു ബ്രേക്ക് എടുത്ത് കാലൊക്കെ ഒന്ന് സ്ട്രെച്ച് ചെയ്ത് ഇത്തിരി ചായയൊക്കെ കുടിച്ച് വീണ്ടും നമ്മളെ ജേണി നമ്മൾ കണ്ടിന്യൂ ചെയ്യാണ്. ഓൾമോസ്റ്റ് 11 മണിയൊക്കെ ആവാനായിട്ടോ. കാരണം നമ്മളിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് സ്റ്റോപ്പ് എടുത്ത് ചായയും കോഫിയൊക്കെ കുടിച്ച് നല്ല പ്ലേസസൊക്കെ കാണുമ്പോൾ നിർത്തി ഫോട്ടോ ഒക്കെ എടുത്തിട്ടാണ് നമ്മൾ പോകുന്നത്. നമ്മൾ ഭയങ്കര റിലാക്സ് ചെയ്തിട്ട് പോവാണ് ഈ ട്രിപ്പിന്. അങ്ങനെ ഷഹദാഗ് എത്തിയിരിക്കുന്നു. അപ്പോൾ അതാ കാണുന്നു അപ്പുറത്ത്, അവിടെയാണ് ഈ കോസ്റ്ററുടെ ലൊക്കേഷൻ. എല്ലാവരും ഗ്ലൗസൊക്കെ ഇടാണ്, ഗ്ലൗസും ജാക്കറ്റൊക്കെ ഇട്ടിട്ട് സെറ്റ് ആവാണ്. തണുക്കാണ്ടിരിക്കാനുള്ള എല്ലാ പരിപാടിയും നോക്കുന്നുണ്ട്. അപ്പോൾ ഈ കോസ്റ്റർ എന്ന് പറഞ്ഞാൽ എനിക്കറിയില്ല ഇവരൊക്കെ ഇരിക്കുമെന്ന്, പക്ഷെ ഞാൻ എല്ലാവരും ഇരുത്തിക്കാനുള്ളൊരു ഉദ്ദേശത്തിലാണ് കൊണ്ടുപോകുന്നത്. അപ്പോൾ ഡ്രൈവർ നമുക്ക് ടിക്കറ്റ് എടുക്കാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യാൻ വേണ്ടി പോവാണ്. ഒരാൾക്ക് 55 മന്നത്താണ് വരുന്ന ടിക്കറ്റ്. നമുക്ക് വേണമെങ്കിൽ ഷെയർ ചെയ്തിരിക്കാം ഒരു വണ്ടിയിൽ 2 ആൾക്ക്, പക്ഷേ കുട്ടികളുടെ കൂടെ ഷെയർ ചെയ്യാൻ പറ്റുള്ളൂ, അഡൽട്ട്സിന് ഷെയർ ചെയ്യാൻ പറ്റില്ല. ഞാൻ ആക്ച്വലി കുറച്ച് റിവ്യൂസൊക്കെ വായിച്ചപ്പോൾ അതിൽ കുറേ ആൾക്കാർ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഈ നമ്മൾ ഈ ഗ്രൂപ്പായി വരില്ലേ, ഗ്രൂപ്പ് ടൂർ, അതിൽ വന്നവർക്കൊക്കെ ഈ റോളർ കോസ്റ്റർ മിസ്സായിട്ടുണ്ടെന്ന്. കാരണം വളരെ ക്യൂ കാരണവും പിന്നെ ട്രിപ്സൊക്കെ അധികം ലേറ്റ് ആയിട്ട് എത്തണം. അപ്പോൾ ഈ ബസ്സിൽ ഒന്നിച്ച് 4-5 ബസ് വന്നാൽ തന്നെ ക്യൂ ആയില്ലേ, ഇതിനൊക്കെ ടൈം എടുക്കുമല്ലോ. അങ്ങനെ കുറേ എൻ്റെ ഫ്രണ്ട്സ് തന്നെ കുറേ ആൾക്കാർക്ക് മിസ്സായിട്ടുണ്ട് ഇത് റൈഡ്. ഞാൻ ഉറപ്പിച്ചൊരു കാര്യമാണ്, ഞാൻ നേരത്തെ ഇറങ്ങിയിട്ട് ഫസ്റ്റ് ചെയ്യുന്നൊരു കാര്യമായിരിക്കും ഈ ഒരു റൈഡ്. അപ്പോൾ നമ്മളിങ്ങനെ റേറ്റ് നോക്കിക്കൊണ്ടിരിക്കുകയാണ്. ഞാൻ പറഞ്ഞില്ല 40 അസർബൈജാൻ ആയിരിക്കും നിങ്ങൾ 2 ആൾ ഷെയർ ചെയ്യുകയാണെങ്കിൽ. പക്ഷെ നമ്മളെല്ലാവരും ഓരോ നൈറ്റാണ് ഓപ്റ്റ് ചെയ്തത്. എല്ലാവരും വളരെ എക്സൈറ്റഡ് ആയിട്ട് ഇങ്ങനെ നിൽക്കുകയാണ്. ടിക്കറ്റൊക്കെ എടുത്ത് നമ്മൾ ആ കൗണ്ടറിലേക്ക് ഇങ്ങനെ പോകാൻ നിൽക്കുകയാണ്. മമ്മി ആദ്യം പറയുന്നുണ്ട് കോസ്റ്ററിൽ ഇരിക്കുന്നില്ല എന്ന്, പക്ഷെ ഞാൻ എല്ലാവരോടും പറഞ്ഞു ഇവിടെ വരെ എത്തിയിട്ട് നിങ്ങൾ ഇങ്ങനത്തെ ഒരു ചാൻസ് ഇനി കിട്ടില്ല. കാരണം ഈവൻ നാളെ വേറെ സ്നോ കൺട്രിയിൽ പോയാലും എല്ലാ സ്ഥലത്തും കോസ്റ്റർ ഉണ്ടാവണമെന്നില്ലല്ലോ. അപ്പോൾ ഇത് നല്ലൊരു എക്സ്പീരിയൻസ് ആണ്, മിസ്സ് ചെയ്യല്ലേ, എൻജോയ് ചെയ്യുമെന്നിട്ട് ഞാൻ എല്ലാവരും നിർബന്ധിച്ച് പിടിച്ച് കയറ്റിയിട്ടുണ്ട്. നോക്കാം. ഈ റൈഡ് ആക്ച്വലി 2 ആയിട്ട് ഡിവൈഡ് ചെയ്തിരിക്കുകയാണ്. ആദ്യം നമ്മൾ ഈ ഒരു കോസ്റ്റർ സിംഗിളായിട്ട് തന്നെ കുറച്ച് മേലെ ഹൈറ്റിലേക്ക് കൊണ്ടുപോകും. ഇത് കുറച്ച് സ്ലോ കോസ്റ്റർ ആട്ടോ, കുഴപ്പമില്ല, നമുക്ക് എൻജോയ് ചെയ്ത് പോവാം. പിന്നെ സെക്കൻഡ് 1 വരുന്നതാണ് നല്ല സ്പീഡുള്ളത്.
അപ്പോൾ എനിക്കറിയായിരുന്നു ഇതിൽ പോയാലും സെക്കൻഡിൽ എന്തായാലും നമ്മൾ പോകേണ്ടി വരുമെന്ന്. ഇവരിയ്ക്കോ ഇല്ലയോ എന്നൊക്കെ ഞാൻ ഡൗട്ട്ഫുള്ളാണ്. ഇൻഫാക്റ്റ് ഞാൻ തന്നെ കുറച്ചൊന്ന് പേടിച്ചിട്ടാണ്. പിന്നെ ഞാൻ വിചാരിച്ചു ഈ റിസ്ക് ഒക്കെ എടുത്തിട്ടില്ലെങ്കിൽ പിന്നെ എന്താ കാര്യം അല്ലേ. അങ്ങനെ എല്ലാവരും കയറി ഇരിക്കുന്നുണ്ട്, നോക്കാം. ഞാൻ പറഞ്ഞ പോലെ ഇത് ഫസ്റ്റ് റൈഡാണ്. ഇത് ലേശം സ്ലോ ആയിട്ടാട്ടോ പോവാം. നമുക്ക് വ്യൂ ഒക്കെ കണ്ടിട്ട് പോവാം. നല്ല കാറ്റടിക്കുന്നുണ്ടായിരുന്നു, പക്ഷെ നമ്മൾ എൻജോയ് ചെയ്യും. നമുക്കിങ്ങനെ പേടിക്കേണ്ട ഒരു ആവശ്യമില്ല. അങ്ങനെ കുറച്ച് നല്ല റിലാക്സ് ചെയ്തിട്ട് പോകുന്നൊരു ടൈപ്പാണ്. അങ്ങനെ നമ്മൾ ആ ഒരു ഓൾമോസ്റ്റ് എനിക്ക് തോന്നുന്നു 10 മിനിറ്റ്സ് ഉണ്ടായിരുന്നു, 10 to 15 മിനിറ്റ്സ്. അത് കഴിഞ്ഞിട്ട് നമ്മൾ എത്തി. ഇനിയാണ് അടുത്ത റൈഡിൽ പോകേണ്ടത്. അതാണ് എനിക്ക് പേടിയുള്ളൊരു കാര്യം. പക്ഷേ ഇനിയിപ്പോൾ പോകാണ്ടിരിക്കാനും പറ്റില്ലല്ലോ. അത് പറഞ്ഞ് ഞാൻ എല്ലാവരെയും കൺവിൻസൊക്കെ ചെയ്ത് ഇരുത്തിയിട്ടുണ്ട് അടുത്ത റൈഡിൽ ഇരിക്കണം എന്ന് പറഞ്ഞിട്ട്. ബാക്കിയുള്ളവരെ വെയിറ്റ് ചെയ്യാണ്. ഓരോരുത്തരായിട്ട് ഇപ്പം എത്തും. കുറച്ച് ഡിസ്റ്റൻസ് ഒക്കെ ഉണ്ട് കേട്ടോ. സേഫ്റ്റി വൈസ് നോക്കി എനിക്ക് ഈ റൈഡ് നല്ല സേഫായി തോന്നി. സീറ്റ് ബെൽറ്റ് അതൊക്കെ ഉണ്ട്. ഇതാണ് സെക്കൻഡ് റൈഡ്. ഇത് ആക്ച്വലി എൻ്റെ ക്ലിപ്പല്ല കേട്ടോ. എൻ്റെ സിസ്റ്റർ 1 വീക്ക് മുന്നേ പോയിട്ടുണ്ടായിരുന്നു. അവളെടുത്ത ക്ലിപ്പാണ്. ഞാൻ വീഡിയോ എടുത്തത് സേവ് ആയിട്ടില്ലായിരുന്നു. അപ്പം ഞാൻ അത് ഇതിലേക്ക് ആഡ് ചെയ്തതാണ്. നല്ല കോമഡി ഉള്ള വീഡിയോ ആയതുകൊണ്ട് പിന്നെ ഞാൻ സൗണ്ട് അവിടെ ഉണ്ടായിക്കോട്ടെ എന്ന് വിചാരിച്ചു. നല്ല രസമല്ലേ കാണാൻ. എന്തായാലും നല്ല ഇങ്ങനത്തെ ഒരു റൈഡായിരുന്നു. അത്യാവശ്യം നല്ല സ്പീഡ് തന്നെ ഉണ്ടായിരുന്നു. പക്ഷെ എല്ലാവരും നന്നായി എൻജോയ് ചെയ്തിട്ടോ. ഞാൻ ആ റൈഡ് ചെയ്ത സമയത്ത് ഫുള്ള് പാരൻസിനെ കുറിച്ചൊക്കെ ആലോചിച്ച്, പക്ഷെ എല്ലാവരും പേടിച്ചെന്നാലും എൻജോയ് ചെയ്തു എന്ന് പറഞ്ഞു. അടിപൊളി റൈഡായിരുന്നു. മസ്റ്റ് വിസിറ്റ് ആൻഡ് ട്രൈ ആണ് കേട്ടോ. അങ്ങനെ നമ്മുടെ റൈഡ് ഓൾമോസ്റ്റ് തീരാനായി. അടുത്ത് നമ്മൾ കേബിൾ കാർ ചെയ്യാൻ പോവാണ്. അപ്പോൾ ടിക്കറ്റൊക്കെ എടുത്തിട്ട് ഒരാൾ റെഡി ആയിട്ടുണ്ട്. പാരൻസിൻ്റെ ഒക്കെ ഫസ്റ്റ് കേബിൾ കാർ ആൻഡ് സ്നോ എക്സ്പീരിയൻസ് ആണ്. അതുകൊണ്ട് തന്നെ എല്ലാവരും നല്ല എക്സൈറ്റഡ് ആയിട്ടിരിക്കുകയാണ്. ഇതിപ്പോൾ റൈഡിൻ്റെ കഴിഞ്ഞ ചർച്ചകൾ നടന്നുകൊണ്ടിരിക്കുക ഓൾറെഡി. ഒരു ടിപ്പ് എന്ന് വെച്ചാൽ ഞങ്ങൾ ഫസ്റ്റ് വന്നപ്പോൾ തന്നെ നമ്മൾ വേഗം ആ കോസ്റ്റർ അങ്ങോട്ട് ചെയ്തു. കാരണം പൊതുവേ അവിടെയാണ് തിരക്ക് കൂടുതലുണ്ടാവാമെന്ന് ഞാൻ റിവ്യൂസിൽ വായിച്ചു. പിന്നെ അതങ്ങോട്ട് തീർന്നു. പിന്നെ കേബിൾ കാറിൽ ലേശം ക്യൂ നിൽക്കേണ്ടി വന്നു ടിക്കറ്റ് കിട്ടാൻ. എന്നാലും വലിയ ടൈമൊന്നും എടുത്തില്ല കേട്ടോ. പിന്നെ നമ്മൾ നേരത്തെ എത്തിയത് കൊണ്ട് തന്നെ നമുക്കധികം ക്യൂ ഒന്നും നിൽക്കാണ്ട് എല്ലാ ആക്ടിവിറ്റീസും എൻജോയ് ചെയ്യാൻ പറ്റി. അപ്പം നമ്മൾ കേബിൾ കാറിലേക്കുള്ള എൻട്രൻസിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടെയാണ് ടിക്കറ്റൊക്കെ കാണിക്കേണ്ടത്. കവേർഡും ഉണ്ട്, പിന്നെ ഓപ്പൺ കാറും ഉണ്ട്. അപ്പം നമ്മൾ ഇവിടുന്ന് ഓപ്പണാണ് ചൂസ് ചെയ്തത് കേട്ടോ. ആക്ച്വലി എനിക്ക് തോന്നുന്ന ഈ ഓപ്പൺ കേബിൾ കാറാണ് കുറച്ചും കൂടി നല്ലതെന്ന്. നമ്മൾ കുറച്ചും കൂടി നമുക്ക് എൻജോയ് ചെയ്യാനും പറ്റും. പിന്നെ ആ കോൾഡ് ഒന്ന് ഫീൽ ചെയ്യുമ്പോൾ ഒരു രസം തന്നെയാണ്. 4 ആൾക്കാണ് ഒരു കേബിൾ കാറിലിരിക്കാൻ പറ്റുക. അതുകൊണ്ട് തന്നെ നമ്മൾ സ്പ്ലിറ്റ് ചെയ്തു. ഈ ഒരു കേബിൾ കാർ സ്റ്റോപ്പ് ആവില്ല കേട്ടോ. അതുകൊണ്ട് തന്നെ നമ്മൾ ചാടി കയറിയിരിക്കണം. അതേപോലെ ഇറങ്ങുമ്പോഴും കണ്ടില്ലേ, ഇവരെല്ലാം ചാടി ഇറങ്ങുന്ന പോലെ ഇറങ്ങി നമ്മൾ മൂവ് ചെയ്ത് കൊടുക്കണം.
അതൊരു നോക്കേണ്ട ഒരു കാര്യമാണ്. അപ്പം നമ്മുടെ കേബിൾ കാർ ജേണി സ്റ്റാർട്ടായിട്ടുണ്ട്. മമ്മിയൊക്കെ ഭയങ്കര ഹാപ്പിയാണ്, കാരണം ഫസ്റ്റ് ടൈമായിട്ടാണല്ലോ ഇരിക്കുന്നത്. അതിൻ്റെ ഒരു എക്സൈറ്റ്മെൻ്റ് ഒക്കെ ഉണ്ട്. ഫാദറും കുറച്ച് വീഡിയോസൊക്കെ എടുക്കുന്നുണ്ട്. അങ്ങനെ കുറച്ച് നേരം എല്ലാവരും ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്ത് പിന്നെ നമ്മൾ കുറച്ച് നേരം ഒരു സൈലൻ്റ് ആയിട്ടിരുന്നു. ഈ വ്യൂ ഒക്കെ ഒന്ന് എൻജോയ് ചെയ്ത് നല്ല ഭംഗിയുള്ള വ്യൂ ആയിരുന്നു. കുറച്ച് ഉച്ച ആയതുകൊണ്ട് കുറച്ച് തണുപ്പിന് കുറച്ച് കുറവുണ്ടായിരുന്നു. അതുകൊണ്ടൊരു വലിയൊരു ആശ്വാസമായി. അങ്ങനെ എല്ലാവരും ഇങ്ങനെ വ്യൂ ഒക്കെ നോക്കി നല്ല സൈലൻ്റ് ആയിട്ട് ഇങ്ങനെ പോവാണ്. നമ്മൾ മേലെ എത്തി ഓൾമോസ്റ്റ് 2 hours നമ്മളവിടെ സ്പെൻഡ് ചെയ്തു. കുറച്ച് നേരം സ്നോയിലൊക്കെ കളിച്ചൊക്കെ സ്പെൻഡ് ചെയ്ത് തിരിച്ച് നമ്മൾ അതേ കേബിൾ കാറിലേക്കാണ് താഴത്തേക്ക് വരുന്നത്. തിരിച്ചിറങ്ങുമ്പോൾ ഇത്തിരി ക്യൂ ഉണ്ടായിരുന്നു, ഒരു 20 minutes ഒക്കെ നിൽക്കേണ്ടി വന്നു. പക്ഷെ എന്നാലും വലിയ ബുദ്ധിമുട്ടില്ലാണ്ട് നമ്മൾ തിരിച്ചങ്ങനെ താഴത്തേക്ക് എത്തി. തിരിച്ചിറങ്ങുമ്പോഴും അതേ കേബിൾ കാർ തന്നെയാണ്. കുറച്ചും കൂടി നല്ല വ്യൂ നമുക്ക് ആ മൗണ്ടെയ്ൻസിൻ്റെ ഒക്കെ എൻജോയ് ചെയ്യാൻ പറ്റി. അപ്പം നമ്മുടെ ഷേദാഗ് ട്രിപ്പ് ഓൾമോസ്റ്റ് കഴിയാനായി. നമ്മൾ കേബിൾ കാർ തിരിച്ചിറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. മമ്മി ഇങ്ങനെ വ്യൂ ഒക്കെ എൻജോയ് ചെയ്ത് ഇങ്ങനെ ഇരിക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ഓൾമോസ്റ്റ് ടൈം എനിക്ക് തോന്നുന്നു 3 മണി ആയിട്ടുണ്ട്. അപ്പോൾ ആർക്കും അങ്ങനെ വിശക്കുന്നൊന്നുമില്ല, നമ്മൾ ടീ കോഫിയൊക്കെ എടുത്തതുകൊണ്ട്. പക്ഷേ ഡ്രൈവർ പറഞ്ഞു നമുക്ക് ഷേദാഗിന്നൊന്നും കഴിക്കണ്ട, ഇവിടുന്ന് അടുത്ത് നമ്മൾ പോകുന്നത് കുബ സിറ്റിയിലേക്കാണ്. അതെന്ന് വെച്ചാൽ അധികം ഡിസ്റ്റൻസ് ഒന്നുമില്ല. അപ്പം നമുക്ക് അവിടുന്ന് ലഞ്ച് കഴിക്കാവുന്ന രീതിയിലാണ് നമ്മൾ ഡ്രൈവറുടെ കൂടെ അങ്ങോട്ട് പോകുന്നത്. നമ്മളൊരു കാര്യം ഇവിടെ കണ്ടതെന്ന് വെച്ചാൽ ഈ ഡ്രൈവേഴ്സിനെല്ലാം ഓരോ റെസ്റ്റോറൻറ്റ്സ് ആയിട്ട് ടൈപ്പ് ഉണ്ട്. അവർക്ക് അതിനുള്ള കമ്മീഷനും കിട്ടും നമ്മൾ അങ്ങോട്ട് ചെന്നാൽ. അപ്പോൾ ഇങ്ങനെ തന്നെയാണ് നമ്മുടെ ഡ്രൈവറും ചെയ്തൊരു കാര്യം. സംഭവം അങ്ങേര് റേറ്റ് കുറവായിരിക്കും ബെറ്റർ എന്നൊക്കെ പറഞ്ഞു കൊണ്ടുപോയി. പക്ഷെ അത് നല്ലൊരു സ്കാമായിരുന്നു. നമ്മൾ പോയ റെസ്റ്റോറൻറ്റ് എന്ന് വെച്ചാൽ ഫുഡ് എന്ന് പറഞ്ഞാൽ അത്രയും ഗ്രേറ്റും അല്ല, പക്ഷെ നല്ല റേറ്റുള്ള ഫുഡായിരുന്നു. അവർ നമുക്ക് വേറെ തന്നെ ഒരു മെനുവാണ് തന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ പിന്നെ ലഞ്ചിന് സമയമായി, നമ്മൾ കയറും ചെയ്തെന്ന രീതിയിൽ നമ്മൾ പിന്നെ ഓർഡർ ചെയ്തു. പക്ഷെ അത് ഒരിക്കലും ആ ഒരു റേറ്റിനുള്ള ഫുഡില്ലായിരുന്നു നമുക്ക്. നമ്മൾ ഇത്രയും ലിമിറ്റഡ് ഐറ്റംസ് ഓർഡർ ചെയ്ത് നമുക്ക് അപ്രോക്സിമേറ്റ്ലി 800 dirhams ആയിട്ടുണ്ടായിരുന്നു. 800 dirhams മീൻസ് ഇന്ത്യൻ റുപ്പീസിൽ പറഞ്ഞാൽ ഓൾമോസ്റ്റ് 16,000 rupees, വിച്ച് ഇസ് റിയലി ടു മച്ച്. അപ്പോൾ ആ ഒരു കാര്യത്തിൽ ഫുഡിന് ആരും ഹാപ്പി അല്ലായിരുന്നു ആ റേറ്റ് പേ ചെയ്തുകൊണ്ട്. പിന്നെ നമ്മൾ എന്ത് ചെയ്യാനാ, ചില സ്ഥലത്ത് നമ്മൾ പോകുമ്പോൾ നമ്മൾ അങ്ങനെ സ്കാമിലൊക്കെ പെടും. ഞാൻ ആക്ച്വലി കുറച്ച് റിവ്യൂസൊക്കെ വായിച്ചിട്ടുണ്ടായിരുന്നു, പക്ഷേ നമ്മളുടെ കയ്യിൽ നിന്ന് മിസ്റ്റേക്കായി. അതുകൊണ്ട് തന്നെ നിങ്ങൾ എസ്പെഷ്യലി സൂക്ഷിക്കണം. ഷേദാഗിലെല്ലാം പോകുമ്പോൾ എന്തെങ്കിലും നമ്മൾ ക്യാരി ചെയ്യുന്നതായിരിക്കും നന്നാവാം. എന്തായാലും പിന്നെ ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞപ്പോൾ നമ്മൾ വിചാരിച്ചു പിന്നെ നമ്മുടെ കയ്യിൽ ടൈമുണ്ട്, അപ്പോൾ കുറച്ച് നേരം ഇങ്ങനെ ഈ ഫോറസ്റ്റിലൂടെയും അതൊക്കെ കുറച്ച് നടക്കാമെന്ന് വിചാരിച്ചു. അപ്പം നമ്മൾ ട്രിപ്പൊക്കെ കഴിഞ്ഞു. ഇനി നമ്മൾ ബാക്കുവിലേക്ക് തിരിച്ചു പോവാണ്. എല്ലാവരും അത്യാവശ്യം നല്ല ടയേർഡായിട്ട് ഉറങ്ങാനൊക്കെ തുടങ്ങി. ഇനിയിപ്പോൾ നമുക്ക് 3.5 hours ജേർണിയും ഉണ്ട്. അപ്പോൾ ഇതായിരുന്നു ഡേ 2. ഡേ 3യുടെ ഡീറ്റെയിൽസ് ഞാൻ ഇനി അടുത്ത വീഡിയോയിൽ ഇടുന്നതാണ്. അപ്പോൾ സ്റ്റേ ട്യൂൺഡ് ആൻഡ് ബൈ.